ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. ഇന്ന് നാരായണൻ മാസ്റ്റർ നമ്മളുടെ ഒപ്പം ഉണ്ട്. അവരവരുടെ ധ്യാന ദിവ്യ അനുഭവങ്ങൾ എങ്ങനെയാണ് പ്രജകളിലേക്ക് എത്തിക്കുന്നത് അതൊക്കെ നമുക്ക് കേൾക്കാം. വെൽക്കം സർ, വെൽക്കം ടു VMC. ഞാൻ ഡോക്ടർ പത്രിജിക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധ ഭഗവാനും ഒക്കെ എല്ലാവർക്കും പ്രപഞ്ചശക്തിക്കും ഭൂമാതാവിനൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. എപ്പോഴാ ധ്യാനത്തിലേക്ക് വന്നു മാഷേ? ഞാൻ ധ്യാനത്തിലേക്ക് വന്നിട്ട് 2 വർഷം ആകുന്നു. എത്ര നേരം ധ്യാനം ചെയ്യുന്നുണ്ട്? കാലത്ത് 2:30 മണിക്ക് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് ഒരു 1 ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 3 മണിക്ക് ഇരിക്കും. 3-3:30 ആകുമ്പോൾ ഇരിക്കിട്ട് ഒരു 6-7 മണി വരെ ആയിരിക്കും. അപ്പൊ 4 മണിക്കൂറൊക്കെ ചെയ്യും മെഡിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ലാഭം എന്താ? ലാഭം എനിക്ക് വീട്ടിലൊക്കെ ശാന്തി, സമാധാനം, സ്വസ്ഥത ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഫുഡ് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഈ പിന്നെ ഫുഡ് കഴിക്കുമ്പോ ഒക്കെ നാവ് കടിക്കുക, നാവ് കടിച്ച് നാവിന്റെ രക്തം വരിക, അങ്ങനത്തെ ഭയങ്കര അസുഖമായിരുന്നു എനിക്ക്. അതെല്ലാം കംപ്ലീറ്റ് മാറി കിട്ടി എനിക്ക് ധ്യാനത്തിൽ വന്നതിന് ശേഷം അല്ലേ? പിന്നെ 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 അദ്ദേഹത്തിനുള്ളൂ അങ്ങനത്തെ. പിന്നൊക്കെ ശാന്തി, സമാധാനം, സ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷ മൂപ്പരുടെ സാറിന്റെ ആണോ? ഞാൻ എന്റേതാണ്. അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ മുകളിൽ ഇങ്ങനെ VMC മലയാളത്തിന് ധ്യാനം, സജ്ജന സാങ്കത്യം, സ്വാധ്യായം അപ്പുറത്തും ഉണ്ട്. ഇതേപോലെ ബ്രഹ്മമുഹൂർത്ത ധ്യാനം, ധ്യാനത്തിലൂടെ ജ്ഞാനം, ജ്ഞാനത്തിലൂടെ മുക്തി. സോ ഇതൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ട് നടക്കാനുള്ള കാരണം എന്താ? എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ധ്യാനം, ഈ മെഡിറ്റേഷൻ, VMC മലയാളം. അതുകൊണ്ടാണ് എനിക്ക് എന്റെ കൂടെ പറപ്പാണ്. അപ്പൊ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ ഇത് കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെയോ? അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവർ അംഗീകരിക്കുന്നുണ്ടോ? കുറെ പേര് അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചിട്ട് ഇതിൽ വന്നവരുണ്ട് കുറെ പേര്. അതെയോ? അപ്പൊ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നവർ ചോദിക്കുന്നത് എന്താ സംഗതി അല്ലേ? നിറയെ പേര് ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈസി ആയിട്ട് സത്യപ്രചാരം ചെയ്യാൻ ആട്ടോയെ സദ്വിനിയോഗം ചെയ്യുന്നു നാരായണൻ സാർ. താങ്ക് യു. ഈ നോട്ടീസ് ഇത് കൊടുക്കുന്നുണ്ട്, അതിലേക്കാൾ ബെസ്റ്റ് ആണ് ഇത്. ഇത് എത്ര ആൾക്കാർ കയറുന്നുണ്ട്, അപ്പൊ പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും ആൾക്കാർക്ക് ഇത് പ്രചരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതില് സന്തോഷമുണ്ടോ? സന്തോഷാണ്. അതെ. അപ്പൊ ധ്യാനത്തിൽ വന്നിട്ട് പരിപൂർണ്ണ സംതൃപ്തിയാണോ? പരിപൂർണ്ണ സംതൃപ്തിയാണ്. എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമില്ല. പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത് ധ്യാനത്തെ കുറിച്ചിട്ട്? ധ്യാനം വെച്ചാല് അത് ഒരു നിധിയാണ്. നിധിയാണ്. അതെ അതെ നിധിയാണ്. അതുപോലെ സീമാജിന് കിട്ടിയതും ഒക്കെ എനിക്ക് ഭയങ്കര നിധിയാണ്. പിന്നെ മറ്റുള്ളവരോട് ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ആത്മാവിനൊരു ആനന്ദം ലഭിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. സത്യം പ്രചരിപ്പിക്കുമ്പോ അല്ലേ? അതെ അതെ. പിന്നെ എന്റെ വീട്ടിലുള്ളവർക്കൊന്നും ഇതിന് അത്ര താല്പര്യമില്ല. മാറും മാഷെ, എല്ലാരിലും മാറ്റം വരണം എന്നാണ് എന്റെ ആഗ്രഹം. വരും. ഒന്നും വെറുതെ പോവില്ലേ മാഷി ചെയ്യണ പ്രയത്നമൊക്കെ. എല്ലാം വീട്ടുകാരൊക്കെ വരൂട്ടോ, സങ്കടപ്പെടണ്ട. പിന്നെ നോൺ വെജ് എപ്പോഴാ നിർത്തി മാഷ്? നോൺ വെജ് ഞാൻ ഇത് ആദ്യം VMC കേട്ട് പിന്നെ നല്ലോണം കേട്ട് ഒരാഴ്ച 5 ദിവസം കുടിച്ചിരുന്നു. 5 ദിവസം ആയപ്പോൾ ഞാൻ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി മേലാൽ ഞാൻ ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതിന്റെ അവസാനം അവിടെ നിന്നാണ് പിന്നെ ഇത് കണ്ടിന്യൂ ധ്യാനം തുടങ്ങിയത്. നല്ല ആലോചിച്ചിട്ടാണ് ഞാൻ ധ്യാനം തുടങ്ങിയത്. താങ്ക് യു മാഷേ. അങ്ങേ പോലുള്ളവരെ കാണാൻ എന്റെ കണ്ണ് സുഹൃതം ചെയ്തിട്ടുണ്ട് കേട്ടോ. VMC ഒരുപാട് പുണ്യം ചെയ്തൊരു ചാനലാണ്. യെസ്, അതുകൊണ്ടല്ലേ നാരായണൻജിയെ പോലുള്ള ഒരുപാട് ദിവ്യാത്മ സ്വരൂപരാണ് നമ്മുടെ VMCയുടെ ബലം അല്ലേ? അപ്പൊ ധ്യാനം എത്രയോ പേർക്ക് അറിയാം, പക്ഷെ അവരൊക്കെ ചെയ്യാൻ പറ്റണ്ടേ? എല്ലാവർക്കും പറ്റില്ലേ? എല്ലാവർക്കും പറ്റില്ല. കുറച്ച് പേർക്ക് പറ്റുന്നുള്ളൂ. അതെ 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 അതെ. പിന്നെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ ഈ വയസ്സിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നാറില്ല. വലിയ ഓട്ടോറിക്ഷ അല്ലേ ഇത് അല്ലെ? അപ്പൊ അതങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് സുഖമാണ്. ഡീസലൊക്കെ ഓടിച്ചാല് അത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ഇതില്ലാണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓ സന്തോഷം. പിന്നെ ഇത് കാണുന്നവരോട് എന്താ പറയാനുള്ളത് ധ്യാനത്തെ കുറിച്ച്? ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇതിലേക്ക് വരണം. ഈ സത്യപ്രചാരണത്തിലേക്ക് വരണം. ഈ ധ്യാനം എല്ലാവരും ഉൾക്കൊള്ളണം. ₹1 ചെലവുണ്ടോ ധ്യാനം ചെയ്യാൻ? ₹1 പോലും ചെലവില്ല. ഫീസ് കൊടുക്കണോ? ഒരു ഫീസും കൊടുക്കണ്ട. എവിടേക്കെങ്കിലും പോണോ? എവിടെയും പോകണ്ട. കുടുംബത്തെ ഉപേക്ഷിക്കണോ? ആരും വേണ്ട. അവരാന്റെ വീട്ടിലിരുന്നിട്ട് കണ്ണടച്ച്
ഇരിക്കുക. അതെ, ആരും ഉപേക്ഷിക്കേണ്ട. ഉപേക്ഷിക്കേണ്ടത് നോൺ വെജിറ്റേറിയൻ ഫുഡിനെ, അറിവില്ലായ്മയെ, അഹങ്കാരത്തെ, അല്ലേ? അത് മാത്രം ഉപേക്ഷിച്ചാൽ മതി. അത് മാത്രം ഉപേക്ഷിച്ചാൽ മതി. അപ്പൊ ഈസിയാണോ ഇത്? ഈസിയാണ്, എനിക്ക് ഈസിയാണ്. എല്ലാവർക്കും അതുപോലെ ഈസി ആവട്ടെ. അതെ, ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ ധ്യാനം? കുറെ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പൊ അവരൊക്കെ കാണുമ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ?